മധ്യ തിരുവിതാംകൂറിലെ ആദ്യത്തെ സമ്പൂർണ്ണ ക്യാൻസർ കെയർ സെന്ററായ പരുമല ഇന്റർനാഷണൽ ക്യാൻസർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഡോക്ടർമാരുടെ കോൺഫറൻസും സ്നേഹസ്പർശം പുരസ്കാരദാനവും ഞായറാഴ്ച നടക്കും. പ്രമോദ് നാരായണൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. ചലച്ചിത്ര നടി മമത മോഹൻദാസിന് സ്നേഹസ്പർശം പുരസ്കാരം സമ്മാനിക്കും. മധ്യ തിരുവിതാംകൂറിലെ ആദ്യത്തെ സമ്പൂർണ്ണ ക്യാൻസർ കെയർ സെന്ററായ മാന്നാർ പരുമല ഇന്റർനാഷണൽ ക്യാൻസർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ഡോക്ടർമാരുടെ കോൺഫറൻസ് ഓൺകോ ഇൻസൈറ്റ് 2.0യും സ്നേഹസ്പർശം പുരസ്കാരദാനവും ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതായത് ഈ ഓൺകോളജിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. റിസർച്ച് ഉണ്ട്, എത്തിക്സ് കമ്മിറ്റി ഉണ്ട്, നമ്മൾ റിസർച്ച് ചെയ്യുന്ന എല്ലാ പബ്ലിഷ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഈ മാറ്റങ്ങളെ പറ്റി പഠിക്കാനുള്ള സംവിധാനങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓൺകോ ഇൻസൈറ്റ് നമ്പർ 1 എന്ന് പറഞ്ഞ് 2024 നടത്തി. അതിൻ്റെ അകത്ത് ഒരു 100ഓളം ഡോക്ടേഴ്സ് വന്നു. അന്ന് നമ്മൾ മെഡിക്കൽ ഓൺകോളജിയും ഗൈനക്കോളജി ആയിരുന്നു അതിൻ്റെ അകത്ത് പഠന വിഷയം, അതിൻ്റെ അകത്ത് വിഷയം. ഈ പ്രാവശ്യം നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ 2 മാസമായിട്ട് ഞങ്ങളുടെ തയ്യാറെടുപ്പിലാണ്. ഈ പ്രാവശ്യത്തെ വിഷയം ഹെഡ് ആൻഡ് നെക്ക് സർജറി. അത് നമ്മുടെ ഇവിടുത്തെ ഒരു നല്ല പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റാണ്. കേരളത്തിലെ ആദ്യത്തെ MCH ഹെഡ് ആൻഡ് നെക്ക് സർജറിക്ക് ആദ്യം MCH കിട്ടിയ ആൾ ഇവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടറാണ്, ഡോക്ടർ ആദർശ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ആ ഹെഡ് ആൻഡ് നെക്ക് ഓൺകോളജി, പിന്നെ നമ്മുടെ എൻഡോക്രിനോളജി, ജനറൽ സർജറി, ഗ്യാസ്ട്രോ സർജറി, ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ് എല്ലാം ചേർന്ന് ഇവരുടെ ഒക്കെ ഭാഗത്ത് വരുന്ന ക്യാൻസർ വിഷയങ്ങളെ പറ്റിയുള്ള ഡെവലപ്മെന്റ്സ് ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. അത് രാവിലെ 9 മണിക്ക് തുടങ്ങും. ഓൺകോ ഇൻസൈറ്റ് 2 2025 രാവിലെ 9 തുടങ്ങും. 9 തൊട്ട് വൈകിട്ട് 5 വരെയാണ്. ഏകദേശം 40ഓളം വിദഗ്ധന്മാർ ഓൺകോളജി ഡിപ്പാർട്ട്മെന്റിലെ പ്രഗത്ഭരായ 40ഓളം പേരാണ് പല സെക്ഷനായിട്ടുള്ള സെമിനാറുകളും കോൺഫറൻസുകളും മീറ്റിങ്ങുകളൊക്കെ ചെയർ ചെയ്യുന്നത്. പക്ഷെ ഉച്ചയ്ക്ക് 12 മണിക്ക് തൊട്ട് ഒരു 1 മണി വരത്തേക്ക് ഒരു ഇനാഗുറൽ സമയം വെച്ചിട്ടുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് വളരെ കിട്ടാൻ പ്രയാസമാണ്. അതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്കാണ് അതിൻ്റെ ഇനാഗുറൽ സെക്ഷൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ പരുമലാശുപത്രിയെ പ്രൊജക്ട് ചെയ്യാൻ കിട്ടുന്ന ഇനാഗുറൽ സെക്ഷൻ്റെ സമയത്താണ്. അപ്പം സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബാബാതിരുമലയാണ് മീറ്റിംഗിൽ അധ്യക്ഷത വഹിക്കുന്നത്. പിന്നെ റാന്നി MLA പ്രിയപ്പെട്ട പ്രമോദ് നാരായൺ അവറുകളാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ സിനിമാ നടി വളരെ പ്രശസ്തിയായ ശ്രീമതി മമത മോഹൻദാസ് വരുന്നത് ഒരു 12-നെത്തും. 1 മണി 1:30 വരെ നമ്മളോടൊപ്പം ഉണ്ടാകും. മമത മോഹൻദാസ് ഒരു ക്യാൻസർ സർവൈവറാണ്. 2 പ്രാവശ്യം ക്യാൻസർ വന്ന് സുഖം പ്രാപിച്ചാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ പ്രാവശ്യം അത് മമത മോഹൻദാസിന് പരിശുദ്ധ ബാബാതിരുമേനോട് കൊടുക്കുകയാണ്. അതിന് കൊടുക്കുന്ന കാര്യം ഒന്ന്, അവർ ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സർവൈവറാണ്. അപ്പം അവർ വളരെ ഊർജ്ജസ്വലതയോടുകൂടി മനുഷ്യർക്ക് ഇൻസ്പയർ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് അതിനെ പരിഗണിച്ചാണ് അവാർഡ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ലിവറിന്റെ ക്യാൻസർ നമ്മൾ നോക്കുമ്പോൾ സിറോസിസ് ഭയങ്കരമായിട്ട് കൂടി വരികയാണല്ലോ. നോൺ ആൽക്കോളിക് ആയിട്ടുള്ള ആൽക്കോഹോൾ തന്നെയല്ല, നോൺ ആൽക്കോളിക് സിറോസിസ് ഉണ്ട്. അത് ഡയബറ്റീസ് ഉണ്ടല്ലോ. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഇതും ഫാറ്റി ലിവർ ഇപ്പൊ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ഒരു 70-80% ആൾക്കാരിലും ഫാറ്റി ലിവർ ഉണ്ട്. അത് അടുത്ത സ്റ്റേജസ് ആയിട്ട് പോയി. ഡയബറ്റീസ് ഉണ്ട്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഉണ്ട്. ഇതെല്ലാം സിറോസിസ് കുറച്ച് നാൾ കഴിയുമ്പോഴാണ് അതിന്റെ അകത്ത് ബാക്ക്ഗ്രൗണ്ടിലാണ് മിക്കവാറും ഈ ലിവർ ക്യാൻസേഴ്സ് പിന്നെയും വരുന്നത്. ഇപ്പൊ സിറോസിസ് ഉള്ളവർ നിർബന്ധമായിട്ട് ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. AFP എന്ന് പറഞ്ഞ ബ്ലഡ് ടെസ്റ്റുകൾ 6 മാസം കൂടുമ്പോൾ ചെയ്യണം. അൾട്രാസൗണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഈ ട്യൂമർ വളരെ ഏർലി ആണെങ്കിൽ നമുക്കത് ഇന്റർവെൻഷണൽ റേഡിയോളജി നമ്മളിപ്പോൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ട്യൂമർ നമുക്ക് ചുരുക്കി കളയാവുന്ന ഓപ്ഷൻസ് ഉണ്ട്. പണ്ട് കാലങ്ങളിൽ ഇത് വലുതായി കഴിഞ്ഞാൽ നമുക്ക് ആകെ മെഡിസിൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സർജറി അല്ലെങ്കിൽ മെഡിസിൻസിലേക്ക് പോകാന്നുള്ളതേ ഉള്ളൂ. ഈ പറയുന്ന സിറോസിസ് ട്രീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ലിവറിന്റെ ട്യൂമർ ചുരുക്കാനുള്ള ഇന്റർവെൻഷണൽ ടേസ് എന്ന് പറഞ്ഞ പ്രൊസീജിയർ ഉണ്ട്, RFA എന്ന് പറഞ്ഞ പ്രൊസീജിയർ ഉണ്ട്. പിന്നെ SBRT എന്ന് പറഞ്ഞ റേഡിയേഷൻ നമുക്ക് ചെറിയ ഡോസിൽ കൊടുത്തത് ചുരുക്കി കളയാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ സിറോസിസ് നന്നായിട്ട് കൺട്രോൾ ചെയ്ത് നിൽക്കുന്നവരുടെയാണ്. പിന്നെ നോൺ ആൽക്കോളിക് സിറോസിസ് ആണ്, അവർക്ക് നല്ലൊരു ലൈഫ് സ്പാൻ കിട്ടും. ക്യാൻസർ ചികിത്സയിലെ നൂതന സാങ്കേതിക വിദ്യകളും ചികിത്സാ രീതികളും ചർച്ച ചെയ്യുന്ന കോൺഫറൻസ് ഡോക്ടർമാർക്ക് പുതിയ അറിവുകൾ നേടാനും അറിവ് പങ്കുവെക്കുവാനുമുള്ള വേദിയാകും. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ബെസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവയുടെ സാന്നിധ്യത്തിൽ പ്രമോദ് നാരായണൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ക്യാൻസറിനെതിരായ പോരാട്ടത്തിൽ അചഞ്ചലമായ മനോവീര്യവും ശ്രദ്ധേയമായ ശക്തിയും പ്രകടിപ്പിച്ച ചലച്ചിത്ര നടി മമത മോഹൻദാസിന് സ്നേഹസ്പർശം പുരസ്കാരം സമ്മാനിക്കും. ക്യാൻസർ ചികിത്സാ രംഗത്തെ വിദഗ്ധരായ ഡോക്ടർ VP ഗംഗാധരൻ, ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യർ, ഡോക്ടർ മോനി എബ്രഹാം കുര്യാക്കോസ്, ഡോക്ടർ ശ്രീജിത്ത് ജി നായർ എന്നിവരും രാജ്യത്തെ പ്രശസ്തരായ 40-ലധികം ക്യാൻസർ സ്പെഷ്യലിസ്റ്റുകൾ, സർജന്മാർ, എൻഡോക്രൈനോളജിസ്റ്റുകൾ തുടങ്ങിയവരും കോൺഫറൻസിന് നേതൃത്വം നൽകും. കോൺഫറൻസിൽ 200-ലധികം ഡോക്ടർമാർ പങ്കെടുക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. ക്യാൻസർ ചികിത്സയിലെ ഏറ്റവും പുതിയ ഗവേഷണങ്ങളും കണ്ടെത്തലുകളും കോൺഫറൻസിൽ അവതരിപ്പിക്കും. ആശുപത്രി CEO ഫാദർ MC പൗലോസ്, ഡോക്ടർ ആൻഡോ ബേബി, ഫാദർ ബിജു വർഗീസ്, ഡോക്ടർ മാത്യു ജോസ്, ഡോക്ടർ ടിനു ലോക്കോസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ്, മാന്നാർ.